ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ത്? റിസ്കിന്റെ കാര്യത്തെ പറ്റി യാതൊരു ശ്രദ്ധ അവർക്കുണ്ടാവില്ല. അതിനെങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഇപ്പൊ എന്താണ്, നാളെ എന്താണ്, എന്താ ഉണ്ടാക്കുക, അങ്ങനെ ഭക്ഷണ രീതി ഉണ്ടല്ലോ. അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തെ പറ്റി യാതൊരു ശ്രദ്ധയും അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. വൻസിറായി സുദൂരിയും, ഇനി അവരുടെ നെഞ്ചുകൾ വിശാലമാവുക, ഹൃദയങ്ങൾ വിശാലമാവുക എന്നുള്ളതുമില്ല. അപ്പോ ഇതാലും ജപത്ത് എന്തായതും ദീനാറുമല ദുരാമൻ, ഓല കയ്യില് എന്തില്ല, സ്വർണ്ണ നാണയമില്ല, വെള്ളി നാണയമില്ല. അതുണ്ടെങ്കിൽ എന്തിനും വാങ്ങണം എന്നൊക്കെ ചിന്തിക്കുമല്ലോ. അതില്ലാത്തോണ്ട് ഇനി എന്താ കാട്ട, അങ്ങനെ പ്രശ്നമൊന്നും ഓൽക്കില്ല. അപ്പൊ നാണയമോ സ്വർണമോ ഒന്നും അല്ല അടുത്തില്ലെങ്കിൽ അതിന്റെ പേരിലൂടെ മനസ്സൊന്ന് വിശാലമായി നിൽക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തെ കാര്യം ശ്രദ്ധിക്കുക, ഇതൊന്നും പോൽക്കില്ല. അപ്പൊ അത് ചിന്ത തന്നെ അല്ല അർത്ഥം. ഇദ്ദിഖാറ കൂത്തി അതിൽ ഇന്നത്തത് കഴിഞ്ഞ പിറ്റേന്നേക്ക് നാളത്തെ ഒരു ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നതിന്റെ കാര്യം അവർക്ക് ഇഷ്ടമല്ല. ഇന്നത്തെ ഇന്ന് കഴിഞ്ഞു, നാളെ നോക്കാമെന്നാണ്. നാളെ ആയുസുണ്ടെങ്കിൽ നാളെ നോക്കാം, ഇതേ ഉള്ളൂ. വൈദാവക്ക അന്നഹദകും ഇദ്ദഖറ കൂത്തൽ വതി അവർ ജുമഅത്തി അവിഷഹർ അവനഹുദാലിക്ക, നാളെ അല്ലെങ്കിൽ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അങ്ങനെ പോകാം. ഇത്രത്തോളം ഭക്ഷണം സൂക്ഷിച്ചു വെച്ചതായിട്ട് എന്തെങ്കിലും ഒരു സംഭവം തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാലതാലിക്കാലാസ്മിൽ ആയിരത്തി, അതായത് കുടുംബത്തിന്റെ പേരിൽ മാത്രമാണ്, ഓൽക്ക് വേണ്ടിയിട്ടല്ല. നഫ്സിഹി, സ്വന്തം ഒരു നഫ്സിന് വേണ്ടിയിട്ടല്ല. അതൊക്കെ കുടുംബങ്ങളുണ്ടല്ലോ, ഭാര്യ മക്കളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടി നിക്ഷേപിച്ചതാണ്. അത് കടമയാണല്ലോ. അതൊക്കെ അത് തെസ്കിൽ ഇത്റാബി, ഒരു പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, ഒരു പടക്കലൊക്കെ ഉണ്ടാവും, അത് ഒതുക്കാൻ വേണ്ടി. അല്ലതി അങ്ങനത്തെ ഇത്റാബ് റുബമായി യഖോബി കൽബിൽ ആയിരത്തി ഇതാലും യക്കൂൻ എന്തും ഷെയ്ഖുൻ യക്കുലൂനഹു, കുടുംബങ്ങൾക്ക് വേണ്ടി ഭാര്യ മക്കൾ മാതാപിതാക്കളൊക്കെ ഉണ്ടാവും, അവർക്ക് ഭക്ഷിക്കാൻ പറ്റുന്നൊന്ന് ഈ കുടുംബനാഥന്റെ കയ്യിലില്ലാന്ന് വെക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ അവിടെ മനസ്സിൽ പലതും ചിന്തകളൊക്കെ കടന്നുകൂടും, മോശമായതൊക്കെ വരും. അത്തരം ഒരു ചിന്തകൾ വരാതിരുന്നു കൊണ്ട് വിഷമങ്ങളൊന്നും ഇല്ലാതെ അടക്കി ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നല്ലാതെ ഓൽക്ക് വേണ്ടി വെച്ച കാര്യമൊന്നും ഉണ്ടാവൂല. അങ്ങനെ വരുമ്പോ കുടുംബങ്ങൾ എന്താവും, ഇയാൾ ഇത്ര നല്ല മനുഷ്യനായിട്ട് നമുക്ക് ഭക്ഷിക്കാറൊന്നുമില്ലല്ലോ, എന്താ റബ്ബ് ഇങ്ങനെയെന്നില്ലേ ഒരു ദുശ്ചിന്ത റബ്ബിനെ കുറിച്ച് വന്നേക്കാം. അത് വരാതിരിക്കണമെങ്കിൽ ഇവർക്കുള്ള വേണ്ടോടെ വേണ്ടേ? ആ നിലക്കല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ട ഭക്ഷണങ്ങളും ആരും ഒരുക്കി വെക്കുന്ന രീതി ഇവർക്ക് ആർക്കും ഇല്ല. അപ്പൊ അതിന്റെ കാര്യം അങ്ങനെയാണ്. പക്കാല ബാലകം ചില ആളുകൾ പറയുന്നുണ്ട്. എന്താ ആൾക്കാര് പറഞ്ഞത്? റുബ്ബമദ്ദഖറൽ കൂത്തല്ലദീ അലിമ മിൻ ത്വരീഖി കശ്വി അന്നഹു യസ്ഖു, ഒരു ഭക്ഷണം സൂക്ഷിച്ചു വെച്ചു, ഓന് അല്ലാഹു തആല മഹലായ ബദൽ കൊണ്ട് ഓൻ സ്വീകരിച്ച ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്ത് വഴിയിലൂടെ അള്ളാഹ് ആദരിച്ച ഒരു കശ്ഫിന്റെ അറിവുണ്ടാവും. ആ കശ്ഫിന്റെ അറിവോടുകൂടി അത് റിസ്ക്കാണ് എന്ന് അവൻ മനസ്സിലാക്കി വെച്ചു. ആ റിസ്ക് അത് അവനുള്ളതാണെന്ന് മനസ്സിലാക്കിയപ്പോ അത് സൂക്ഷിച്ചു വെച്ചാൽ എന്നാ പിന്നെ വല യസിഹുലി അഹദിൻ വൈരിഹി അൻ യതനാവല മിന്നു ശൈഅൻ, അതിൽ നിന്ന് ഇനി മറ്റൊരാൾക്കും ഒന്നും എടുക്കാനും പറ്റൂല. കാരണം അത് ഇയാൾക്കുള്ള ഭക്ഷണമാണ്. ഇയാളെ ഭക്ഷണം ഇനി മറ്റാർക്ക് എടുക്കാൻ പാടില്ലല്ലോ, അത് ശരിയാകൂല. ഇങ്ങനെയാണ് ചില ആൾക്കാർ പറഞ്ഞത്. വലാകിൻ ഖദ് സമഅതു സയ്യിദി അലി അൽ ഖവാസ് റഹിമഹുല്ലാഹു തആല യഖൂൽ, അലി അൽ ഖവാസ് എന്ന് പറയുന്ന മഹാൻ പറയുന്നു, ഞാൻ കേട്ടു. എന്താ അവർ പറഞ്ഞതറിയോ? മിൻ കമാലി ആരിഫി ഇദാ തലഅ അലാ അന്ന ശൈഅൽ ഫുലാനിയ മിൻ റിസ്ഖി അല്ലാ യഹ്സുനഹു ബൽ യസ്ബിറു ഹത്താ യഅതിയു ഫിൽ വഖ്തി അല്ലദീ ജഅലഹു അല്ലാഹു തആല ഫീഹി ഈസാറുൽ ഫറാഇൽ ലദീ മിന ദുനിയ അലാ ഇംസാകിഹ ഇദ് ലാ ഫായിദത ലിദ്ദിഖാർ. എന്താ മഹാൻ പറയുന്നത് അറിയാമോ? ഒരു ആരിഫിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ത്, എപ്പോ ഇന്ന വസ്തു അവന്റെ ഭക്ഷണമാണ് എന്നതിന്റെ മേലിൽ ഈ ആരിഫ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, എന്നാ പിന്നെ ഇന്നതാണ് ഭക്ഷണം എന്നൊരു അറിവുണ്ട്, അത് കൈ കിട്ടിയിട്ടില്ല. എന്നാ അത് കയ്യിലില്ലാത്തത് കൊണ്ട് മുഷിപ്പാവുകയോ വിഷമിക്കൊന്നും വേണ്ട. അതുകൊണ്ട് ഉണ്ടാവില്ല ഒരു പരിപൂർണ ആരിഫിന്. അയാൾ എന്ത് വേണം? ആ ഭക്ഷണം അല്ലാഹു തആല നിശ്ചയിച്ച സമയം ഉണ്ടാവും. ആ സമയത്ത് അയാൾക്ക് ആ ഭക്ഷണം വരും. ആ വരുന്നത് വരെ സഹിച്ച് ക്ഷമിച്ചു നിൽക്കുകയല്ലാതെ വിഷമം കാണിക്കാൻ പാടില്ല.
ഇന്നാന്റെ ഭക്ഷണം ഉണ്ടല്ലോ എന്താ വരാ അതൊന്നും പറയുന്നില്ല അതർത്ഥം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈസാറിലി ഫറായിൽ എഴുതിവിനെ ദുനിയാല ഇൻസാക്കുക, ഈ ദുനിയാവിനെ പിടിച്ചു വെക്കുക എന്നതിന്റെ മേലിൽ ദുനിയാവെന്ന് അവന്റെ കൈയധികാരം പൂർണ്ണമായി ഒഴിവാവണം. ഈ ഒഴിവാവലിനെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇപ്പൊ അവന്റെ കയ്യിൽ ഭക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതിന്നാലുള്ള സമയത്ത് അവർ കിട്ടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം വിദ്യഖാലി. അങ്ങനെ വരുമ്പോ ആ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന യാതൊരു കാര്യമുണ്ട്? ഒരു കാര്യമല്ല. അപ്പൊ അവനാനുള്ള ഭക്ഷണം ഏത് ഡേറ്റിന് ആ സമയത്ത് കിട്ടും, അതൊരു ക്ഷമിച്ചിരിക്കണമെന്നേ ഉള്ളൂ. അത് ഇന്ന സമയത്തേക്ക് വരെ സൂക്ഷിച്ചു വെക്കാതില്ല പരിപാടിയൊന്നുമില്ല എന്നാണ് അയ്യൽ ഖവാസ് തങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടതായിക്കൊണ്ട് ചില ആളുകൾ പറഞ്ഞു. വഖത് സമയത്ത് ഷെയ്ഖ് അലിയിൽ നബിത്തിൽ ബസീർ റഹ്മത്തുള്ളാഹി തആല യഖൂൽ, മഹാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ മഹാൻ പറയുന്നത്? മിൻ ശറത്തി മൻ യജ്തമഉ ബിൽ ഖിദ്ർ അലൈഹിസ്സലാം മിനൽ ഔലിയായി, ഔലിയാക്കളെ കൂട്ടത്തിൽ നിന്ന് ഖിദ്ർ നബി അലൈഹിസ്സലാമുമായി സമ്മേളിക്കണം, സന്ധിക്കണം. ഇങ്ങനെ സമ്മേളിക്കുന്ന ഷറത്തിൽപ്പെട്ടതാണ് എന്ത്? അല്ലാ യദ്ഖിറ ഖൂതവദിൻ, നാളേക്കുള്ളൊരു ഭക്ഷണം പോലെ വീട് സൂക്ഷിക്കാൻ പാടില്ല. അങ്ങനെ സൂക്ഷിക്കാതിരിക്കണം. അങ്ങനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിലാണ് ഖിദ്ർ നബി അലൈഹിസ്സലാമുമായിട്ട് ഔലിയാക്കളായവരാക്കി ഏറ്റുമുട്ടാൻ കഴിയുള്ളൂ, കാണാൻ പറ്റുള്ളൂ നടത്താം. ഫമൻ ഖബഅ ഖൂതവദിൻ ലം യജ്തമഇ ബിഹി എന്നാണ്. അപ്പൊ നാളത്തേക്കുള്ള ഒരു ഭക്ഷണം ഒരാൾ ഒരുക്കി തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചാൽ അയാൾക്ക് ഖിദ്ർ നബി അലൈഹിസ്സലാമുമായി ഒരുമിച്ച് കൂടുവാനോ കാണാനോ സാധിക്കില്ല എന്നാണ്. വലൗ കാന അലാ ഇബാദി സഖലൈനി, ഈ വ്യക്തി, ഈ ഭക്ഷണം സൂക്ഷിച്ചു വെച്ച വ്യക്തി ജിന്നി ഇൻസ് ചെയ്ത് കൂട്ടുന്ന എത്ര ആരാധന ഉണ്ടോ അത്രയും ആരാധന ചെയ്താലും ഖിദ്ർ നബി അലൈഹിസ്സലാമുമായി കൊണ്ട് കണ്ടുമുട്ടാൻ കഴിയൂല. അപ്പൊ അത്രത്തോളം താല്ലുക്ക് ദുന്യാവിനെ കൊണ്ട് വിടണമല്ലോ. ഭക്ഷണം വരുന്നു, കഴിക്കുന്നു, അങ്ങനെ പോകുന്നു, അവർ ചിന്തൊന്നും ഒരിക്കുണ്ടാവരുന്ന അർത്ഥം. അല അലിഖിൻ നബിത്തിൽ ബസീർ എന്നവർ പറയാണ്, ഒമിൻ ഷെയ്ഖ് ഖിദ്ർ അലൈഹിസ്സലാം, ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ കാര്യം എന്താ അറിയോ? അയ്യൽ ആരിഫിന ബിൽ യഖ്ലത്തി ഒരു മുരീദിന ബിൽ മനാമിന, ആരിഫീങ്ങളായ ആൾക്കാരാണെങ്കിൽ ഓരടുത്ത് നേരെ യഖ്ലത്ത് തന്നെ, ഉണർവ് തന്നെ വരും, ഉറങ്ങണ്ട. അതേസമയത്ത് മുരീദന്മാരാണെങ്കിലോ ശേഖര വിശ്വസിച്ച ആൾക്കാരാവും, ആ മുരീദന്മാർക്ക് സ്വപ്നത്തിലേ വരും, ഉണർവിൽ വരൂല. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അന്നൽ മുരീദ ലാ യഖ്ദിറു അലാ സുഹബത്തി യഖ്ലത്തൻ, ഖിദ്ർ നബി അലൈഹിസ്സലാമായിക്കൊണ്ട് ഒരു മുരീദിന് സഹവസിക്കാൻ സാധിക്കൂല. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ വരുന്നത്. ഒരിതാലിക്ക ഈ മനാമൻ, അതുകൊണ്ട് ഈ മുരീദിന്റെ അടുത്ത് ഖിദ്ർ നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ വരുന്നു. യുഅല്ലിമുൽ ആദാബല്ലത്തി ജഹിലഹ, ഈ മുരീദിന് വിവരമില്ലാത്ത ഏതൊക്കെയോ ചിട്ടകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും ഉണ്ട്. അതൊക്കെ ഖിദ്ർ നബി അലൈഹിസ്സലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. നന്നായ ഖിദ്ർ നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ കാണാനോ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വഖദ് കാന അബു അബ്ദില്ലാഹിൽ യസ്രി, വഖദ് കാന അബു അബ്ദില്ലാഹിൽ യസ്റാ എന്നേക്കാരം അഹദ റിജാലി റിസാലത്തി റളിയല്ലാഹു തആല, അല്ലാഹു തആലയുടെ പ്രവാചകത്വം ലഭിച്ച കൂട്ടരിൽപ്പെട്ട ഒരാളാണ് ആര്? അബു അബ്ദുല്ലാഹിൽ യുസ്റ എന്ന് പറയുന്ന മഹാൻ. എന്തേ മഹാൻ കാട്ടിയെന്നറിയാമോ? യജ്തമഉ ബിഹി യഖ്ലതൻ വയുഹാദിസു തവീല, ഇദ്ദേഹം എന്താകുമായിരുന്നു? ഖിദ്ർ നബി അലൈഹിസ്സലാമായി കണ്ടുമുട്ടുകയും അത് നേർക്ക് നേരെ ഉറക്കലല്ല, ഉണർവ് തന്നെ കാണും, ദീർഘനേരം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് അതിന്റെ ശേഷം മൂപ്പര് ഉണർവിൽ ഇയാൾക്ക് വരുന്നില്ല, ഉറക്കിലേ വരുന്നുള്ളൂ. സാറ എഴുത്തീവിൽ മനാമി, ഉറക്കിലാണ് വരുന്നത്, ഉണർവിൽ വരുന്നില്ല. ആദ്യം വന്നിരുന്നു, പിന്നെ ഉണർവ് നിന്നു, ഉറക്കിലായി. അതെന്താ അങ്ങനെ സ്വപ്നത്തിൽ വരാം? കാല അത് പറയാണ്, ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിനോട് ഈ പറയുന്ന വ്യക്തി ചോദിച്ചു, അല്ല താങ്കൾ ഇതുവരെ ഉണർവിൽ വന്നിരുന്നു, ഇപ്പൊ നേർക്കുനേരെ ഉണർവിൽ കാണുന്നില്ല, ഉറക്കത്തിലുള്ള കാണുന്ന കാരണം എന്ന് ചോദിച്ചു. അപ്പൊ കാലഹു, അപ്പോൾ ഖിദ്ർ നബി അലൈഹി ഇസ്ലാം ഇദ്ദേഹത്തോട് പറയാണ്, നഹ്നു ലാ നസ്ഹബു മൻ യഖ്ബഉ റിസ്ഖ വദിൻ, നാളത്തൊരു ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരുമായി നമ്മൾ ഒരിക്കലും സഹവസിക്കുകയില്ല യഖ്ലത്തിൽ എന്നാണ്.
അന്ത കത് കുൽത്തലി സൗജത്തിക്ക എത്തരത് താങ്കൾ താങ്കളുടെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് ഫിൽ വഖത്തിൽ ഫുലാനിയത്തി ഇന്നാലിന്റെ സമയത്ത് ഖുദിഹാദ ദിർഹമ ദാ ഇന്നാലിന്റെ സമയമാകുമ്പോൾ, അതായത് 10 മണി കൂട്ടിക്കോ, 10 മണിക്ക് ഞാൻ തരുന്ന ഈ നാണയം ഉണ്ടല്ലോ, ഈ നാണയം എടുക്കുക. 10 മണിയാകുമ്പോൾ നാളേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി ഈ പണം സ്വരൂപിച്ചെടുത്തോ, എന്നിട്ട് ഈ പണം കൊണ്ട് ഈ ഭക്ഷണം വാങ്ങിക്കോ എന്ന് പറഞ്ഞു. ഇത് താങ്കൾ താങ്കളുടെ ഭാര്യയോട് പറഞ്ഞു പോന്നിക്കല്ലേ. അപ്പൊ നാളത്തേക്കുള്ള ഭക്ഷണത്തിന്റെ പൈസ കൊടുത്ത് പോന്നിക്കല്ലേ. അപ്പൊ താങ്കൾ നാളത്തേക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിച്ച ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് നിങ്ങളോട് ഉണർവ് വരാൻ പറ്റൂല, ഉറക്കത്തിനെ പറ്റുള്ളൂ. അപ്പൊ കാല അബു ആബിദില്ല, അപ്പൊ അബു ആബിദില്ല പറയുകയാണ് സഹീഹും ദാലിക, ആ പറഞ്ഞവിടെ സത്യമാണ്, അങ്ങനെ തന്നെ ഉള്ളത്. വലാകിന്നി തുബ്തു ഇലല്ലാഹി തആല ലിദ്ഖാരി, പക്ഷേ ഞാൻ ചെയ്ത് തെറ്റായി പോയി. എന്റെ മക്കളോട് ചോദിച്ചതല്ല അത്, അല്ലാതെ സറയി തെറ്റായതല്ല, മൂപ്പർ സ്ഥാനത്തിനോട് ചോദിച്ചതല്ല. ഒരു സംഗതി ഉണ്ടല്ലോ, ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബി എന്നൊക്കെ പറയലുണ്ടല്ലോ, എന്ന് പറഞ്ഞതുപോലെ ഇത്ര മഹാരഥന്മാർക്കൊന്നും എന്താവാൻ പാടില്ല, ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. അത് അവരുടെ തെറ്റാണ്, സറയി തെറ്റാണ്, അത് അവരുടെ തെറ്റാണ്. അപ്പൊ അതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിലേക്ക് എരിച്ചു മടങ്ങുന്നു എന്നാണ് കാല. എന്നിട്ട് ഈ മഹാൻ പറയും ആയതാലിക്ക, അതിന്റെ ശേഷം ലം യഖ്ലത്തി ഇല അൻ മാത, അദ്ദേഹം മരിക്കുന്നത് വരെ ഉണർവിൽ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നബി അലൈഹി സ്വലാം വന്നിട്ടില്ല. കമാ ഖബറ അൻ നഫ്സി ഫി മറളി മൗതി, ഈ പറയുന്ന മഹാൻ തന്റെ മരണ വെപ്രാളത്തില് മരണരോഗത്തില് അദ്ദേഹത്തിന്റെ സ്വന്തം നഫ്സിനെ കുറിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖിദർ നബി അലൈഹി സ്വലാമുമായി സന്ധിക്കണമെങ്കിൽ ആരിഫാവണം, അതോടൊപ്പം തന്നെ ഭക്ഷണം നാളത്തേക്ക് സൂക്ഷിക്കുമെന്നുള്ള പരിപാടി ഉണ്ടാകാൻ പാടില്ല, ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കണ്ടെന്നർത്ഥം. വകാന ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹു തആല യഖൂൽ, എന്ന ഉവൈസുൽ ഖർനി തങ്ങൾ പറയുന്നു. മഹാനെ പറ്റി പരിചയമുണ്ടല്ലോ, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ അതുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച മഹാനാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വഹാബിയായി തുടരാൻ ഭാഗ്യം ലഭിച്ചില്ല, ഉമ്മാനെ നോക്കിയ കാരണം കൊണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് മഹാനായ നിബിധങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പോലെ സദസ്സിൽ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. കാണുമ്പോൾ നിങ്ങൾ ദ്വാരിപ്പിക്കണേ എന്ന് പറഞ്ഞുണ്ടായി. അങ്ങനെ ഉമർ റളിയല്ലാഹു കണ്ടുമുട്ടിയ ചരിത്രമൊക്കെ ഉണ്ട്. ഈ മഹാൻ എന്താ പറയുന്നത് നോക്കുക, ലാ യഖ്ബലുല്ലാഹു മിൻ അബ്ദിഹി അമൽ വഹുവ യഹ്തമു ബി അംദിൻ സീന. ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആലോചിച്ച് നിൽക്കുന്ന ഒരാൾ, പടച്ചോനെ ഞാൻ ഇപ്പൊ നാളെ എന്താ ചെയ്യാ, എനിക്ക് ജോലിയില്ല, പൈസയില്ല, ഒന്നുമില്ല, ഞാൻ എന്ത് കാട്ടുന്നു, ഈ ഒരു ചിന്തയും മനസ്സിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ അമൽ ചെയ്താൽ ആ അമലൊന്നും ഒന്നും സ്വീകരിക്കൂലെന്ന്. കാരണം അമലിനെ പറ്റി ശ്രദ്ധ അല്ല, ഇതിനെ പറ്റിയ ശ്രദ്ധയായിരുന്നു. ഇതിൽ മുഹത്തിമു തന്റെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെ കൊണ്ട് ചിന്തിച്ചാലോചിച്ചിരിക്കുന്നൊരു മനുഷ്യൻ, ശ്രദ്ധിക്കുന്നൊരു മനുഷ്യൻ തന്റെ ഖാലിഖായ റബ്ബിനെ പറ്റി തെറ്റിദ്ധരിക്കുന്ന ആളായിരിക്കും. അപ്പൊ ആ തെറ്റിദ്ധരിച്ചുകൊണ്ട് അള്ളാഹ് ഇബാദത്ത് അത് സ്വീകരിക്കുകയില്ല. അങ്ങനെ ഉണ്ടല്ലോ. വൽ മുത്തഖിമു ലി റബ്ബിഹി, റബ്ബിനെ ഇത്തിഹാമ് ചെയ്ത് തെറ്റിദ്ധരിച്ച ഒരു വ്യക്തി, ലാ യുർഫഉ അമലൻ, അവൻ ചെയ്യുന്ന അമലൊന്നും ഉയർത്തപ്പെടുകയില്ല. അപ്പൊ ആത്മാർത്ഥത വേണം, അതില്ല ഇവിടെ. ഓൽത്തോ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷഹറാനിമൻ പറയാണ്, ഖദ് യഹ്തമുൽ അബ്ദു ലിറിസ്ഖി, ചിലപ്പോൾ അടിമന്താം തന്റെ റിസ്കിന് വേണ്ടി ശ്രദ്ധിക്കും. വയസ്ആ ബി തലബിഹി ബികുല്ലി വജ്ഹിൻ, എല്ലാ വിധേനയും ആ ഭക്ഷണം കിട്ടുന്ന കാര്യത്തിൽ അധ്വാനിക്കുകയും ചെയ്യും. ഇഹ്തിമാമ ബി അംരില്ലാഹി തആല, അല്ലാഹു തആലാന്റെ കൽപ്പന ബിൽ കസ്ബി, ആ അധ്വാനിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ആ അധ്വാനിക്കണമെന്ന് അള്ളാന്റെ കൽപ്പന കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ തന്റെ ഭക്ഷണം തേടി അധ്വാനിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ലാ ശക്ക ഫീ അന്നഹു യുളയ്യിഉഹു, അപ്പൊ പിന്നെ ആ അധ്വാനം എന്ന് പറഞ്ഞ അള്ളാന്റെ കൽപ്പനയായിരിക്കും, അത് ഉപേക്ഷിക്കുമ്പോ എന്താവും, അത് നഷ്ടപ്പെടുത്തുക എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ, അങ്ങനെ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. ഇങ്ങനെ വരാം. അനാദിദ്ദിദാലിക്ക, അപ്പൊ പിന്നെ ഈ പറഞ്ഞ നേരെതിരാണ് യുഹ്മലു കലാം ഉവൈസ് റളിയല്ലാഹു അൻഹു, ഇമാം ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കലാമിനെ ചുമത്തേണ്ടത് ഈ പറഞ്ഞ അടിമയുടെ അല്ലാത്ത രീതിക്കുള്ള വരുന്ന ആളാണ്. വഖദ് ഖീല, ഒരിക്കൽ പറയപ്പെടുകയുണ്ടായി, മറത്തൻ ലി അബി യസീദ് ബിസ്താമി റഹിമഹുല്ലാഹു തആല, അബി യസീദ് ബിസ്താമി എന്ന് പറയുന്ന ആൾ കുട്ടിക്കാരൻ തന്നെ ഉന്റെ ഉപ്പയോട്
മഹാനവറുകൾ തന്റെ ഉപ്പയോട് തന്നെ ഇബാദത്തുമായി താജിദുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുന്ന മഹാനാണ്. ഈ മഹാനോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, അൻത മിൻ ഐന തഅകുലു വ തശ്റബു, താങ്കൾ തിന്നുന്നും കുടിക്കുന്നതും കാണുന്നില്ല, എവിടുന്ന തിന്നാറ് എവിടുന്ന കുടിക്കാറും ചോദിച്ചു. അപ്പോൾ അബൂ യസീദ് ബിസ്താമി തങ്ങൾ പറയാണ്, മിൻ ഹൈസു യർസുഖുല്ലാഹു ദുബാബത വൽ ബഊലത, ചെള്ളുകൊതു മുട്ട പ്രാണി കൊതുകുകളിൽ ഇത്തരം ഭക്ഷണം അല്ലാഹു തആല കൊടുക്കുന്നില്ലേ, അവർക്കൊക്കെ അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നില്ലേ, അതേ ഭാഗത്തിൽ കൂടെ ഞാനും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അബതറാഹു യുതിമുഹ വയൻസാബ യസീദ്, അപ്പൊ നീ അള്ളാഹിനെ പറ്റി അഭിപ്രായപ്പെടുന്നു, അള്ളാഹ് അവകൾക്കൊക്കെ ആ ജീവികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അബാ യസീദ് പറയുന്ന ഈ ദാത്തിനെ അല്ലാഹു തആല മറക്കാം എന്നൊരു കാര്യം താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ എന്നൊരൊറ്റ ചോദ്യമാണ്. ഇങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതങ്ങൾ. ആരാ പറയുന്നു, ഖൽഫ ഇമാമിൻ, ഇമാമിന്റെ വേക്കില് മഹാൻ പറയാണല്ലോ പറയും, ഇമാമിന്റെ വേക്കിൽ ഇക്കരിച്ചു മുദ്ദത്തൻ, ഒരു സമയത്ത്. അങ്ങനെ വസഅലഹുൽ ഇമാമു യൗമൻ, ഒരു ദിവസം ഇമാമ് ഈ പറയുന്ന മഹാനോട് ചോദിക്കുകയുണ്ടായി, അബൂ യസീദ് തങ്ങളോട് ചോദിച്ചു, ഇന്നി അറാക ലാ കസ്മലക വമിൻ ഐന തഅകുൽ, താങ്കളെ ഞാൻ കാണുന്നില്ല അധ്വാനിക്കുന്നതായിട്ട്, ഒരു പണിക്ക് താങ്കൾ പോകുന്നില്ലല്ലോ. ഇമാമ് ചോദിക്കുകയാണ്, താങ്കൾ എവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ചോദിച്ചു. ഫഖാലു അബൂ യസീദ്, അപ്പൊ അബൂ യസീദ് തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട്, ഉസ്താദിനോട് പറയാം, ഇമാമിനോട് പറയാം, ദൈനി, നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കളയും, ഉഈദു സ്വലാത്ത അല്ലത്തി സ്വല്ലൈതുഹ ഖൽഫക, താങ്കളുടെ വേക്ക് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ആ നിസ്കാരಕ್ಕೆ ഞാൻ മടക്കി നിസ്കരിക്കാമെന്ന് അബൂ യസീദ് ബിസ്താമി തങ്ങൾ ഇമാമിനോട് പറഞ്ഞു. സുമ്മ ഉജീബുക, പിന്നീട് നിങ്ങൾക്ക് ഞാൻ മറുപടി തരാമെന്നും പറഞ്ഞു. കാരണം ഇന്നക ലാ തഅരിഫുല്ലാഹ തആല, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, അല്ലാഹുവിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് വലാ തസിഖു സ്വലാത്തു മല്ലൻ യഅരിഫില്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, അല്ലാഹുവിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ നിസ്കാരം ശരിയല്ല, അവന്റെ കാഴ്ചപ്പാട് നിസ്കാരം ബാത്തിലാണ്, അപ്പൊ ആ നിസ്കാരം മടക്കി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാ പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെയാണ് മഹാന്മാർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ മറുപടി പിന്നെ പറഞ്ഞു കൊടുത്തല്ലോ. ഒരു ഷാറാൻ ഇമാം പറയുന്നു, അതാ ഈ സംഭവം ലായുനാവി, ഈ പറഞ്ഞത് എതിരാവൂലെന്നാ. എന്തിനോട്? ഹദീസ് സല്ലു ഖൽഫ കുല്ലി ഫിർദി വ ഫാജിർ, എല്ലാ നല്ല ആൾക്കാരുടെ പിറകിലും എല്ലാ മോശക്കാരുടെ പിറകിലും നിങ്ങൾ നിസ്കരിച്ചോളി എന്നൊരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് നീ എതിരല്ലേ ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ വാക്ക് എന്ന് വന്നേക്കും. അത് എതിരല്ല. എന്താ കാരണം? അന്നൽ ഹദീസ വറദ ബി സദ്ദി ബാബിൽ ഖുറൂജ് അൽ അയിമ്മത്തി, ഇമാമുമാർ അവരുടെ മേലിൽ എതിരായിക്കൊണ്ട് പുറപ്പെട്ടു വരിക എന്നൊരു അധ്യായമുണ്ട്. ഭരണാധിപന്മാരുണ്ടാവുമല്ലോ, അവർക്കത് തിരിയുക. അങ്ങനെ തിരിയുന്നൊരു അധ്യായത്തെ അടച്ചിടാൻ വേണ്ടിക്കൊണ്ട് പറഞ്ഞ വാക്കാണ് ഈ വാക്ക്. അപ്പോൾ അവർക്കത് തിരിയാൻ പാടില്ല, ഫാജിറായാലും ബിറായാലും. വഹാദ ഫീ മഖാമിൽ കമാലി ലിൽ ഇമാം, ഇവിടെ നമ്മൾ ഈ പറഞ്ഞതോ ഇമാമിനുള്ള ഒരു പരിപൂർണ കലാം, അങ്ങനെ മഖാമുൽ കമാലിലാണ്, പരിപൂർണ സ്ഥാനത്താണല്ലോ. അപ്പൊ അത് തമ്മിൽ മാറ്റമുണ്ടല്ലോ. വൈലം, നീ അറിയണം, അന്ന ദലീൽ ഖൗമി ബി അദ്മിൽ ഇദ്ഖാരി, നമ്മൾ ഇത്രയും പറഞ്ഞു പോന്നല്ലോ ഭക്ഷണത്തെ സൂക്ഷിക്കാൻ പറ്റൂല, സൂക്ഷിക്കലില്ല എന്ന്. ഭക്ഷണം സൂക്ഷിക്കലില്ല എന്നതിൽ ഈ പണ്ഡിതന്മാർക്ക് ലക്ഷ്യമെന്താ? സൂഫിയാക്കൾക്ക് അത് മാ റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നാണ്. എന്താന്ന് ചോദിച്ചാൽ അന്ന ശഖ്സൻ അഹദാ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ദവായിറ, ഒരു 3 കോഴികളെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഒരു വ്യക്തി എന്നാണ്. അങ്ങനെ അത്യാമ ഖാദിമോ ത്വായിറം മിന്ന, 3 കോഴികൾ ഒന്നിനെ റസൂലുള്ളാഹിന്റെ ഖാദിം റസൂലുള്ളാഹി ഭക്ഷിപ്പിച്ചു. ഫലമാക്കാൽ ഓതു, പിറ്റേ ദിനമായപ്പോൾ അതാഹു ബിഹ, അതേ 3 കോഴികൾപ്പെട്ട കോഴികളുമായിട്ട് വന്നു ഇയാള്. അങ്ങനെ വന്നപ്പോ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹത്തോട്, അലം അൻഹക അൻ തർഫ ഷൈഅൻ ലിഗദിൻ, നാളത്തേക്കുള്ളതായ ഒരു വസ്തു അത് നീ ഉയർത്തുക എന്ന കാര്യം നിന്നെ തൊട്ട് തടഞ്ഞതല്ലേ? നാളത്തെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ലഭിച്ച് കൊണ്ടുവന്ന് വേണ്ട. ഫഇന്നല്ലാഹ യഅതി ബിരിസ്ഖി കുല്ലി അദിൻ, ബിരിസ്ഖി കുല്ലി അദിൻ, എല്ലാ നാളത്തെയും ഭക്ഷണം അല്ലാഹു തആല തരുമല്ലോ, പിന്നെ എന്തിനാ നീയെ കെട്ടി മറിയുന്നതാണ്. ഈ ഹദീസ് പിടിച്ചുകൊണ്ടാണ് നാളത്തേക്കുള്ള ഭക്ഷണം അവർ സ്വരൂപിച്ചു വെക്കാത്തത് എന്നാണ്.
ഇതൊക്കെ മഹാന്മാരുടെ റൂട്ട് കിടക്കുമ്പോൾ കിട്ടുന്ന ഒന്നാണ്. എന്തും ഷറൈ തെറ്റായി പറയല്ല നമ്മള്. ഫംതഹിൻ നഫ്സക യാ അഖി, അതുകൊണ്ട് എന്റെ സ്വന്തം സഹോദര നിന്റെ നഫ്സിനെ പരീക്ഷിച്ച നാളത്തേക്ക് ഒരു വസ്തു സൂക്ഷിക്കാതിരിക്കുക, ഒന്നും പാത്തു വെക്കരുത്, സൂക്ഷിക്കരുത്. അതില്ലാത്തതോട് പരീക്ഷിച്ച് നോക്കാൻ എന്തായിരിക്കുന്നു. അത് വളരെ ഇത്ര പടച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഉറപ്പില്ലാതെ കാണുകയാണ് എങ്കിൽ ഫഖുൽ ലഹ നജാ ശരീരത്തോട് പറയണം, ശരീരമേ നിനക്ക് സാലികളുടെ സ്ഥാനത്തെത്താൻ കഴിയില്ലട്ടോ, അവിടെ സ്ഥാനവും പദവിയൊന്നുമില്ല, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിഷമം കാണിക്കല്ലേ എന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിന് എല്ലാ സ്തുതികളും. അപ്പോ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി നോക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് ആ തന്നെ പോയിട്ടാലും എല്ലാ ഭക്ഷണം വലിച്ചിടുന്നു ഇതിനർത്ഥമല്ല കേട്ടോ. അള്ളാഹുവിനെ കണ്ടെത്തുവാൻ വേണ്ടി സൂഫിയാക്കളായി ജീവിച്ച അങ്ങേ നിലപാടെത്തിയ ആൾക്കാരുടെ ചരിത്രം ഇതാണ്. അവർക്ക് ദുന്യാവൊരു ബന്ധമല്ലല്ലോ. അതുപോലെ മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ത്, സുഖം, അനുഗ്രഹം. ഇതിനേക്കാൾ അവർ തെരഞ്ഞെടുക്കാൻ പരീക്ഷണം, വിഷമം, ഇതാണ് അവർ തെരഞ്ഞെടുക്കാറുള്ളത്. അങ്ങനെയാണ് ഈ മഹാന്മാരുടെ സ്വഭാവം. ഒരു സുഖം നോക്കുന്നില്ല, അതുപോലെ അനുഗ്രഹത്തിൽ നോക്കുന്നില്ല, അതിന് പകരം വിഷമങ്ങളും ബുദ്ധിമുട്ടുമാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. എന്താ കാരണം, ഈ അന്നവിധാലിക്ക യദുമു തവജ്ജുഹു മിനല്ലാഹി. അങ്ങനെ വരുമ്പോഴേ അള്ളാഹുവിലേക്ക് അവർ നേരിടുക എന്നുള്ള കാര്യം ദിനേന ഉണ്ടാവുള്ളൂ. അതുണ്ടാവണമെങ്കിൽ നിയമത്തും റഹാ ഉണ്ടാവുക ശ്രദ്ധ വരില്ല, ബലാവും ശിദ്ധത്തുണ്ടാകുമ്പോഴേ ശ്രദ്ധ വരുള്ളൂ. അതുകൊണ്ടാണ് അവർ അങ്ങനെ എടുക്കുന്നതാണ്. പമൻ അള്ളാഹു തആലാനെ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏതെല്ലാം കാര്യമുണ്ട് അതിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു. അള്ളാഹുനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന ഏത് കാര്യം എന്താകും അയാൾ ഇഷ്ടപ്പെടും. റബ്ബിനെ കുറിച്ച് അവൻ ഓർത്തുകൊണ്ടേയിരിക്കും. ഇതാണ്. അപ്പൊ അതാണ് ഒരു ബലാവും നിഅമത്തും, ബലാവും ഷിദ്ദത്തും നിഅമത്തും റഹാനും എടുക്കാൻ കാരണം. വാഹിദിന് മുനബ്ബഹ് റഹിമഹുല്ലാഹു തആല യഖുൽ, മഹാൻ പറയുന്നു, മല്ലം യഉദ്ദൽ ബലാഅ നിഅമതൻ വറഹാ മുസീബതൻ. ഒരാള് ബലാ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് ഒരു അനുഗ്രഹമായി എണ്ണുന്നില്ലെങ്കിൽ, സുഖത്തെ ഒരു മുസീബത്തായിട്ടും ഇത് നല്ലതന്നെ അല്ല, ഇതൊരു മുസീബത്താണ് എന്ന് എണ്ണുന്നുമില്ലെങ്കിൽ അവൻ ബലാവ് നിഅമത്തായി കാണണം, റഹാ മുസീബത്തായിട്ട് കാണണം. ഇത് കാണാത്തവൻ ഫലൈസ ബിഫഖീർ, അവനൊരു വിവരസ്ഥനല്ല, പണ്ഡിതനല്ല എന്ന് പറഞ്ഞത്. പണ്ഡിതനാണെങ്കിൽ റഹാനെ കുറിച്ചാണ് എന്തൊരു സുഖാന്ന് പറയില്ല, അത് മുസീബത്തായി ആലോചിക്കേണ്ടതുണ്ട്, മുസീബത്താവും, ബലാവ് നിയമത്ത് കിട്ടും. അത് പണ്ഡിതന്മാർക്ക് കഴിയുള്ളൂ. ജമാഅത്തുൻ അലാ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. നമുക്കൊരു കാര്യം പറയാം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ഒരു സംഘം കടന്നു വന്നു. വഹുവ ജാലിസുൻ ഫീ ബൈത്തി മുദ്ലിമിൻ. ഇരുട്ടുള്ളൊരു രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആര്, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഈ സംഘം കയറി വന്നത്. വഫിയദി റൈഫുൻ, മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കയ്യിലൊരു പത്തിരി റൊട്ടിയാണ്. ഫഖാലു ലഹു, അപ്പോൾ മാലിക് ബിൻ ദീനാർ തങ്ങളോട് ഈ സംഘം ചോദിക്കുക, യാ മാലിക്, മാലിക്കേ, അലാ സിറാജുൻ അലാ ഷൈഉൻ തളഅലി റൈഫ, ഇവിടെ വീട്ടിൽ വിളക്കും ലൈറ്റൊന്നും ഇല്ലേ? ഈ പറയുന്ന റൊട്ടി ഭക്ഷണം വെക്കാൻ പറ്റുന്ന പത്തിരി, ഈ റൊട്ടിയൊക്കെ വെക്കാൻ പറ്റുന്ന സാധനം ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. ഇപ്പൊ കാലം മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയാണ്, ദഊനി, നിങ്ങൾ എന്നെ വിട്ടാണി, എന്നോട് ചോദിക്കേണ്ട ആവശ്യമല്ല. ഫൈന്നി, നിശ്ചയമായിട്ട് ഞാൻ വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, നാദിമുൻ അലാമാ മല, കഴിഞ്ഞു പോയ കാര്യത്തിന് ഇവർ ഖേദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ. അപ്പൊ നിങ്ങളിതൊന്നും എന്നോട് ചോദിക്കരുത്. അപ്പൊ ഒരു സുഖം അവർക്ക് വേണ്ട, ആ സുഖമൊക്കെ അവർ വെടിഞ്ഞു. ഈ സുഖമൊക്കെ വെടിഞ്ഞുകൊണ്ട് അത് നിയമത്തായി കാണുകയാണ് അവർ. ഇതാണ് ഉണ്ടായത്. എന്നാൽ വക്കാൽ ഹസൻ ബസർ റളിയല്ലാഹു അൻഹു, മഹാനവർ പറയുന്നത് എന്താ, യഖൂൽ മൻ വസഅ അല്ലാഹു അലൈഹി ദുനിയ, ഒരാൾക്ക് ദുനിയ വിശാലമായി അല്ലാഹു കൊടുത്തു, ധാരാളം കൊടുത്തു. വലം യഖബ് അൻ യകൂന ദാലിക മക്റം ബിഹി, ഇത് അല്ലാഹു തആല അവന് നൽകിയത് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് പരീക്ഷണമായിട്ട് ഇതെന്തോ ഒരു ചതിയിൽ അകപ്പെടാൻ പോവുകയാണ് എന്നൊരു പേടിവരില്ലെങ്കിൽ, എന്നാ പിന്നെ വഖദ് അമിന മക്റല്ലാഹി തആല, അല്ലാഹു തആല ശിക്ഷിക്കും. ആ ഒരു ശിക്ഷയെ കുറിച്ച് അവർ നിർഭേദമുള്ളവനായി എന്നർത്ഥം. അപ്പൊ ദുനിയ ഒരുപാട് കിട്ടിയത് സുഖിച്ചണ്ടാൽ. അമീറുൽ മുഅ്മിനീന,
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖുൽ മഹാൻ പറയുന്നു മൻ വജദ കുല്ല ലൈലത്തിൻ കിസ്റത്തൻ യാബിസത്തൻ യഅകുലുഹ എല്ലാ രാത്രിയിലും ഒരു ഉണക്ക റൊട്ടി ഭക്ഷിക്കാൻ പറ്റുന്ന ഒരാൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ അലൈസൗദി വക്കീൽ അതിന് സാധു എന്ന് പറയാൻ പറ്റൂല. അതിന് സാധുവല്ല. ഇന്നമൽ ഫക്കീർ മല്ലം യജിദ് ശൈഅൻ. സാധു എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാത്ത ഒരാള് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പൊ കുറച്ച് തിന്ന അവളെ കയ്യിലിടുക മുതലാളി എന്നപ്പോ അർത്ഥം. വഖദ്കാരൻ റബീഅ ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മഹാൻ പറയുന്നു ഇന്നൽ ബഅൂനത തഹിയ മാ ജാഅത്ത്. ഈ കൊതു എന്ന സാധനം ഉണ്ടല്ലോ, അത് വിശക്കും തോറും ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആയുസ് പോകുന്നില്ല. ഫൈദാ ശബിഅത്ത് സമീനത്ത്, അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ തടിച്ചു വീർത്തു വരും. വൈദാ സമീനത്ത് മാത്തത്ത്, തടിച്ചു വീർത്താ വേ മരിക്കും ചെയ്യുന്നത്. അതാണ് മനുഷ്യന്റെ ആയുസ് കുറക്കും. എന്ത് തീറ്റും കാര്യം കൂടിയെന്നർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാട് മഹാന്മാർക്കുണ്ട്. അവർ വിഷന്ന് ജീവിക്കുന്നത്. വകദ ഇബ്നു ആദം, ഇതേപോലെ തന്നെ മഹാൻ പറ ഇതേപോലെ തന്നെ മനുഷ്യപുത്രനും എന്താ ഇദം തലാമിന ദുനിയാവ് നിറഞ്ഞവന് കിട്ടിയാൽ മാത്ത കൽബു, അവന്റെ കൽബു ചത്തുപോയി, ഈമാനില്ല എന്നർത്ഥം. വകാന ഹഫ്സ് ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു, ഹഫ്സ് ഇബ്നു ഹമീദ് അല്ല ഹുമൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു അജ്മൽ ഉലമാ വൽ ഫുഖാ വൽ ഹുകമാ വസ്സുഅറാ, പണ്ഡിതർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, തത്വചിന്തകന്മാർ, കവിതാക്കൾ, ഇവരെല്ലാവരും ഇജ്മാ എല്ലാവരും എന്ത് അലാ അന്ന കമാൽ നഈമി ഫിൽ ആഖിറതി, ആഖിറത്തിൽ അനുഗ്രഹത്തിന്റെ പരിപൂർണത ലാ യുദ്റകു, അതിനെത്തിക്കപ്പെടാൻ കഴിയൂല, ഇല്ലാ ബിനഖ്സിൻ നഈമി ഫി ദുനിയ, ദുനിയാവിൽ വെച്ചിട്ട് ആ അനുഗ്രഹം കുറയണം. അപ്പൊ ദുനിയാവിൽ അനുഗ്രഹം കുറഞ്ഞവർക്കൊക്കെ പരിപൂർണമായി ആഖിറത്തിൽ ലഭിക്കുമെന്ന എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു. അപ്പൊ ദുനിയാവ് നല്ല സുഖം അടിച്ചു പോയാൽ ഓരെ സംബന്ധിച്ച് പറയാനില്ല, ആഖിറത്തിൽ ഒന്നും കിട്ടുക എന്നല്ലേ. വഅലം, മനുഷ്യ നീ ഒന്ന് അറിയും അന്ന മിൻ അദില്ലത്തിൽ ഖൗമി അലാ ഹാദിൽ ഖുലുഖി, ഈ പറഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ ഇവിടെ ചർച്ച ചെയ്ത സ്വഭാവം, ഈ സ്വഭാവത്തിന്റെ മേല് ഈ പറയുന്ന മഹാന്മാർക്ക് കിട്ടിയത് ആ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. മാ വറദ വന്ന ഒന്ന് ഹദീസിൽ വന്ന ഒന്നെന്താണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൈഫ അൻഉമു വസാഹിബു സൂർ ഖദിർ തഖമഹു വഅസ്ഗാബി സമഇഹി വഅനാ ബിജബ്ഹതിഹി യൻതളിറു മതായി ഉമറു വയംഫഹു. ഞാൻ എങ്ങനെ അനുഗ്രഹം കൊള്ളും, നഇമയൻ അമുദല കൈഫ അൻഅമു, ഞാൻ എങ്ങനെ അനുഗ്രഹം എടുക്കും, ഞാനെങ്ങനെ സുഖിക്കും. വസാഹിബു സൂർ, കാഹളം ഊതാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഖദിർ തഖമഹു, അത് വായിൽ വെച്ചിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അസ്ഗാബി സമഇഹി, അദ്ദേഹത്തിന്റെ ചെവി കൊണ്ട് ശ്രദ്ധിച്ചു നിൽക്കുകയാണ് അല്ലാഹുവിന്റെ വാക്ക് വിളിയാളം കിട്ടാൻ. അനാബി ജബിഹാറ്റിക്ക്, തന്റെ നെറ്റിത്തടം കൊണ്ട് കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് മലക്ക്. യന്തദുറു, പ്രതീക്ഷിച്ചുകൊണ്ട്, മത്തായി ഉമർ എപ്പോഴാണ് ഊതാൻ കൽപ്പിക്കുക. അങ്ങനെ കൽപ്പിച്ചാൽ മൂപ്പരങ്ങോട്ട് ഊതും. അങ്ങനത്തെ ഒരു അവസ്ഥയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു തെളിവാണ് ഇവർക്ക് ഇങ്ങനെ സ്വഭാവം, അനുഗ്രഹങ്ങളും സുഖങ്ങളും ഒക്കെ ഒഴിവാക്കി ബലാവും ശിദ്ധത്തും എടുക്കുന്നത്. നീ അറിയണം അന്നൽ കാമിലീന യൻദുറൂന ഇലാ ഹുവാലി യൗമിൽ ഖിയാമത്തി മിൻ ഹാദിഹി ദാർ, ഈ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് അന്ത്യനാളിൽ ഉണ്ടാകുന്ന ഭീകരാവസ്ഥ ആലോചിച്ച് അതിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പരിപൂർണന്മാരായ ആളുകൾ. അന്ത്യനാളിൽ ഉണ്ടാകുന്ന ഭീകരാവസ്ഥ ചിന്തിക്കുമ്പോൾ അവർക്ക് സുഖിക്കാൻ കഴിയുന്നില്ല, ഭാര്യമായി ലഭിക്കാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ സുഖം കിട്ടുന്നില്ല, കുടിക്കാനും അതുപോലെ തീറ്റ രസമൊന്നും അവർക്കില്ല, ഒക്കെ തടഞ്ഞിട്ടിരിക്കുകയാണ്. അബുഖം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നീ ആലോചിച്ചു നോക്ക്, ശരി എന്നല്ലേ ഇത്. ഇങ്ങനെയൊക്കെയാണ് ഈ മഹാന്മാർ ജീവിച്ചു പോകുന്നത്. മഹാന്മാരുടെ മറ്റൊരു സ്വഭാവം ഹാറത്ത് എന്ന് പറയുന്ന നാട്ടിലുള്ളൊരു വ്യക്തിയാണ്. അയാൾക്കാണെങ്കിലും അവരുടെ ഷെയ്ഖും മശായിഖിൻ അസ്രിയും, അവരുടെ കാലത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരു ഷെയ്ഖ് അവിടെ ഉണ്ട്. ആ നിലയിൽ ഹാറത്തിൽ നിന്നുള്ള ഒരാളെന്തെങ്കിലും ഈ ഷെയ്ഖിനോട് ചോദിച്ചാൽ എന്തായിരിക്കും അവർ അയ്യറുദ്ദു സാഹിബത്തുൽ ഹാജ, എന്നാൽ ഈ ആവശ്യമായി വന്ന ഇയാളെ മടക്കി വിടും. ഇലാദാലിക ഷെയ്ഖ് അല്ലദീ ഹുവ ബിഹാറത്തിഹി,
അദ്ദേഹം താമസിക്കുന്ന ഹാറത്തിലുള്ള ഷെയ്ഖ് ഉണ്ടാവും, ആ ഷെയ്ഖിന്റെ അടുത്തേക്ക് പോയിക്കോ. ആൾ ചോദിച്ചോ, ഞങ്ങളെക്കാൾ നല്ലത് ആ ഷെയ്ഖാണെന്ന് പറയും. അത്തരം ഒരു കാര്യത്തിൽ ഈ ആവശ്യമായി തേടി വന്ന ആളെ കുറിച്ച് നല്ലൊരു വിശ്വാസമായിരിക്കും ഈ കൗമ വിശ്വസിക്കുകയും ചെയ്യുക. നല്ല ചെയ്യുള്ളൂ. അങ്ങനെ അവർ ഈ ആവശ്യമായി തേടി വന്ന ആൾക്ക് അയാൾ ആവശ്യം വീട്ടിൽ കൊടുത്താൽ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകും? ആ ഷെയ്ഖിനോട് കൂടെ അവർ ചെന്ന് ദുഷിച്ച മര്യാദ പരിപാടിയാണ്. അതൊരു അപമര്യാദയായി മാറും. അപ്പൊ അതുകൊണ്ട് എടുക്കൂല. ഷെയ്ഖ് ഉണ്ടാകുമ്പോ ആ ഷെയ്ഖിന്റെ അടുത്തേക്കാ വിടുക. അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെക്കാൾ നല്ലൊരു മനുഷ്യനെ പറഞ്ഞു കൊടുക്കണം. നമ്മളെ ഏറ്റെടുത്ത് വരാന്നാക്കി വിടല്ല വേണ്ടത്. ഇതായിരുന്നു എന്റെ സയ്യിദായ അലി ഖവാസ് തങ്ങളുടെ മര്യാദ. ഇങ്ങനെയാണ്. കാല മഹാനവറുകളായിരുന്നു. ഇദാ ജാഹു അഹദുൻ, ഒരാൾ മൂപ്പരടുത്ത് വന്നാൽ വല്ലൊരാവശ്യം തേടി ചോദിക്കുകയും ചെയ്താൽ യഖൂലു ലഹു, അപ്പൊ പിന്നെ അലിൽ ഖവാസ് തങ്ങൾ ഈ ചോദ്യകർത്താവ് ചോദിക്കും, അൻത മിൻ അയ്യി ഹാറ, നീ ഏത് ഹാറത്തിലാണോ ഉള്ളത് എന്ന് പറയും. അങ്ങനെ വിവരം പറഞ്ഞു കൊടുത്താൽ ഖാല ലഹു, അപ്പൊ പിന്നെ ഷെയ്ഖ് ഈ പറയുന്ന മഹാനവറുകൾ അയാളോട് പറയും, ഇർജിഇലാ ഷെയ്ഖ് ആർത്തിക്ക, നിന്റെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഷെയ്ഖ്, അവിടെ പോയിക്കോ പറയും. എന്നോട് ചോദിക്കണ്ട, നിന്റെ നാട്ടിലുണ്ടല്ലോ പറയും. ഫഇന്നല്ലാഹു തആല, നിശ്ചയമാടും അല്ലാഹു തആല ലം യജ്അൽഹു ബിഹാറതിക, നിന്റെ നാട്ടിൽ തന്നെ അല്ലാഹു തആല ഷെയ്ഖിനെ വെച്ചിട്ടില്ല. ഇല്ലാലി യതഹമ്മല ഹുമൂമ അയ്ലിക, ആ നാട്ടുകാർക്കുള്ള പ്രയാസം എന്തൊക്കെയാണോ അത് സഹിക്കാൻ വേണ്ടി ആ ഷെയ്ഖിനെ അവിടെ വെച്ചില്ല. അപ്പൊ ആ ഷെയ്ഖിനടുത്ത് പോയിക്കോ, എന്റെ അടുത്തേക്ക് വരണ്ട. കാലെന്താലികയാക്കി, എന്റെ സഹോദര നീ അറി എന്താണ് ഈ പറഞ്ഞത്. ഫഅമലി, അതനുസരിച്ച് കർമ്മം ചെയ്തോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെക്കായും ഉയർന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ തഴഞ്ഞുകൊണ്ട് നമ്മൾ വേഗം ഇയാൾ ആവശ്യം വീട്ടി കൊടുക്കല്ല വേണ്ടത്. നമ്മുടെ അടുത്തേക്ക് ഇയാൾ ആവശ്യം തേടി വന്നാൽ നമ്മളെക്കാൾ ഉയർന്ന അപ്പുറത്ത് നിന്റെ നാട്ടിലുണ്ടോ അവിടെ പോയിക്കോന്ന് പറഞ്ഞു കൊടുക്കാം. അത് ഈ മഹാന്മാരുടെ സ്വഭാവങ്ങളാണ്. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ എത്ര ഔലിയാക്കത്തിൽ ഇന്റെ അടുത്തേക്ക് വരണ്ട, നിന്റെ നാട്ടിൽ തന്നെ ഇന്ന ആളുണ്ടെന്നൊക്കെ പറയല്ലേ. അതാണ് ഈ പറഞ്ഞത്. മറ്റൊരു തള്ളി വിട്ടിട്ട് ഇവര് വലിയ ആളാവൂലെന്നർത്ഥം.